ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 5 പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന പോർഷനിൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൽ അൽഗോരിതം ആയിരുന്നു നമുക്ക് പഠിക്കേണ്ടായിരുന്നത്. അൽഗോരിതം എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ അൽഗോരിതത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതുപോലെ വരുന്ന ഒന്നാണ് ഫ്ലോ ചാർട്ട് അല്ലേ. ഫ്ലോ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്ലോ ചാർട്ട്, അതിൻ്റെ ഡെഫിനേഷൻ, എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് എഴുതേണ്ട റൂൾസ്, എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ട ഒരു ഫങ്ഷൻ. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് വരയ്ക്കണം. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്തൊക്കെ അറിയണം, എന്തൊക്കെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് ചെയ്യുക ഇതിൻ്റെ അൽഗോരിതം എന്താണെന്ന് അറിയാം. നമ്മൾ പറഞ്ഞു അൽഗോരിതത്തിനെയാണ് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്? ഫ്ലോ ചാർട്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടു നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടു നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നമ്പർ, അത് ഏതെങ്കിലും രണ്ട് നമ്പർ ആവാം. അപ്പോൾ അതിനെ നമ്മൾ എന്തെടുക്കുക? എന്നെടുക്കുക, എ കോമ ബി എന്നെടുക്കുക, ഏതെങ്കിലും രണ്ട് നമ്പർ എ കോമ ബി, ഏതെങ്കിലും ടു നമ്പേഴ്സ് നമ്മളെടുത്തു. എയും ബിയും രണ്ട് നമ്പേഴ്സ്, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ്. അതിന് ശേഷം അതാണ് നമ്മളുടെ ഇൻപുട്ട് വാരിയബിൾ. അതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ദാറ്റ് ഈസ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് എന്താ? പ്രിൻറ്റ് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് അല്ലേ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? എല്ലാതും സ്റ്റെപ്പ് 1 എന്താ? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? സ്റ്റാർട്ടാണ്. അതിലാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2ലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളീ നേരത്തെ പറഞ്ഞ ഫൈൻഡ് സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സാണുള്ളത്. ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എന്തെടുക്കുന്നത്? റീഡ് ചെയ്തെടുക്കുന്നത്. അതായത് ഇവിടെ ഇൻപുട്ട് വാരിയബിൾ ആയിട്ട്, ഇൻപുട്ട് എന്ന് പറയുന്നതിൽ രണ്ട് വാരിയബിൾ, ആ രണ്ട് വാരിയബിളിനെ നമ്മൾ എ കോമ ബി എന്നെടുക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സ്റ്റെപ്പ് 3. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്ത് കൊടുക്കും? സ്റ്റെപ്പ് 3 നമ്മൾ ആ നമ്പേഴ്സിനെ എയും ബിയും റീഡ് ചെയ്തു. സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതിന് ശേഷം സ്റ്റെപ്പ് 4 നമ്മൾ എന്ത് കൊടുത്തു? പ്രിൻറ്റ് സി. അതിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് 5 എന്താ വരുന്നത്? സ്റ്റോപ്പാണ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്തിൻ്റെ? രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ടതിൻ്റെ അൽഗോരിതം എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അൽഗോരിതമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ഫസ്റ്റ് സ്റ്റാർട്ടാണ്, ലാസ്റ്റ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്തെടുത്തു. അതിന് ശേഷം അതിനെ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്തു, അതിനെ പ്രിൻറ്റ് ചെയ്തു. ഇത്രയുമാണ് നിങ്ങളുടെ എന്തുള്ളത്? അൽഗോരിതത്തിൽ വരുന്നത്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? നമ്മൾ സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ നമ്മളും നമ്മുടെ ഫ്ലോ ചാർട്ടിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് തന്നെയാണ്. ദർ ഈസ് നോ ഡിഫറൻസ്. സ്റ്റാർട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടെർമിനേറ്റർ എന്ന് പറയുന്ന സിമ്പിളിലാണ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് ഇതിൽ വരുന്നത്. അതായത് ടെർമിനേറ്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഫ്ലോ ലൈൻസ് ആണ്. അതായത് നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ട് 2 കൊടുത്ത പോലെ സ്റ്റെപ്പ് 2 എന്താ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഫ്ലോ ലൈൻസ്. ഓക്കെ,
അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത കാര്യം ഇൻപുട്ട് വാരിയബിൾ എടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് വാരിയബിൾ ആസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും സെൻറ്റൻസ് വൈസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് 2 വാരിയബിളിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. സോ റീഡ് എ കോമ ബി, ദാറ്റ്സ് ഓൾ. ദെൻ അഗെയിൻ വി ഡ്രോ എ ഫ്ലോ ലൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്ന പ്രോസസ്സ് അതിനെയാണ് നമ്മൾ റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നത്. സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സെൻറ്റൻസ് വൈസ് ഒന്നുമില്ല, ജസ്റ്റ് പ്രോസസ്സിങ് മാത്രമാണ് എഴുതുന്നുള്ളൂ. ദെൻ അഗെയിൻ ഫ്ലോ ലൈൻസ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടീഷൻ, അതും എന്ത് സൈഡ് ഇതായിട്ടുള്ള റെക്റ്റാങ്കിളാണ് കൊടുക്കുന്നത്. ദെൻ അഗെയിൻ ഫ്ലോ ലൈൻസ്. ദെൻ അഗെയിൻ എന്താ വരുന്നത്, സ്റ്റോപ്പ്. അതായത് ഫസ്റ്റും ലാസ്റ്റും ടെർമിനേറ്റേഴ്സുകൾ നിർബന്ധമാണ്. ഫസ്റ്റിൽ സ്റ്റാർട്ട് ടെർമിനൽ, ലാസ്റ്റിൽ സ്റ്റോപ്പ് ടെർമിനൽ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇൻപുട്ട് സിമ്പലും ഔട്ട്പുട്ട് സിമ്പലും, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു പ്രോസസ്സിങ് സിമ്പൽ. ഇത്രയുമാണ് എന്ത് വരുന്നത്, ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വന്നത്. 2 നമ്പേഴ്സുകൾ ആഡ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടി വന്നു, 2 നമ്പേഴ്സിന് നമുക്ക് റീഡ് ചെയ്യേണ്ടി വന്നു. ആ 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്, അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മൊത്തം നമ്മളിവിടെ ഉപയോഗിച്ചത് 4 സിമ്പിൾസാണ് ഉപയോഗിച്ചത്. ഒന്ന് ടെർമിനേറ്റേഴ്സുകൾ, ഒന്ന് പ്രോസസ്സിങ്ങിൻ്റെ റെക്റ്റാങ്കിൾ സിമ്പിൾ, ഫ്ലോ ലൈൻസിന്, ദെൻ ചെറിയിട്ടുള്ള റെക്റ്റാങ്കിൾ ലൈൻസ്. ഓക്കെ, ഇത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സിൻ്റെ ഫ്ലോ ചാർട്ട് വരച്ചത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഇവിടെ നമുക്ക് ആർ എന്ന് പറയുന്ന റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് ആറാണ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എപ്പോഴും എന്താണ്, സ്റ്റാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലോ ലൈന്. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിനി എന്താ വേണ്ടത്, നമ്മൾ റീഡ് ചെയ്തെടുക്കുക. എന്താ റീഡ് ചെയ്തെടുക്കുന്നത്, 6 റേഡിയസ് 6 നമ്മൾ റീഡ് ചെയ്തെടുത്തു. ദെൻ എഗെയിൻ ഇനി എന്താ വരുന്നത്, നമുക്ക് റേഡിയസ് മാത്രം മതി, കാരണം നമ്മളിവിടെ വേറെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല അല്ലേ. എഗെയിൻ നമ്മൾ എന്താ വേണ്ടത്, ഫ്ലോ ലൈൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരുന്നത്, ഏരിയ എന്താ, πr². പക്ഷേ ഇവിടെ പൈൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ വി പുട്ട് 3.14, the value of pi into r into r. അത് നമ്മൾ പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു. ദെൻ അഗെയിൻ ഫ്ലോ ലൈൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഏരിയ നമ്മൾ പ്രോസസ്സ് ചെയ്തു. ആ പ്രോസസ്സ് ചെയ്ത ഏരിയനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രിൻറ്റ് ഏരിയ. ദെൻ അഗെയിൻ ഫ്ലോ ലൈൻ, അഗെയിൻ ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. നമ്മൾ അൽഗോരിതം എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും നമുക്ക് അറിയുന്ന പോലെ തന്നെ ടെർമിനേറ്റേഴ്സ് വരുമ്പോൾ ലാസ്റ്റും സ്റ്റെപ്പും എന്താണ്, സ്റ്റാർട്ടും സ്റ്റോപ്പുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വോളിയം ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വരുന്നത്. അതിലും എന്താണ്, സ്റ്റാർട്ടാണ് വന്നത്, ഫ്ലോ ലൈന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, ഒരു സൈഡ് മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ സൈഡിനെ റീഡ് ചെയ്തെടുത്തു, റീഡ് എസ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നെക്സ്റ്റ് ഫ്ലോ ലൈൻ, പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, വോളിയം, ട്രിപ്പിൾ എസ്, അതായത് നമ്മൾ എസ് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, വോളിയം കിട്ടി. വോളിയത്തിന് ഇവിടെ വോളിയത്തിന് പകരം നമ്മൾ എന്താ കൊടുത്തുള്ളൂ, VOL മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ പ്രിൻറ്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഇത്രയാണ് എന്തുള്ളൂ, വോളിയം ഓഫ് ക്യൂബിലുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് ഇത്. ഇനി ജസ്റ്റ് സ്റ്റാർട്ടും സ്റ്റോപ്പും ഒന്ന് ആലോചിക്കുക, പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ആലോചിക്കുക. ജസ്റ്റ് അത് നമ്മൾ സെൻറ്റൻസ് വൈസ് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ഇതിൻ്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരയ്ക്കാൻ വേണ്ടി. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ അൽഗോരിതം വേണം നമുക്ക്, ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കണം. എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിതിവിടെ അതിൻ്റെ അൽഗോരിതം എഴുതിയിട്ടുണ്ട്. അൽഗോരിതം എഴുതാൻ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് 1 എന്താ, സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ഇൻപുട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആസ് LB. സ്റ്റെപ്പ് 3 ഏരിയ ഇസ് ഈക്വൽ ടു L into B. സ്റ്റെപ്പ് 4 പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ. സ്റ്റെപ്പ് 5 നമ്മൾ അതിനെ രണ്ടിനും, ഏരിയയും പെരിമീറ്ററും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. സ്റ്റെപ്പ് 6 നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയാണ് എന്തിൽ വരുന്നത്, അൽഗോരിതത്തിൽ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻപുട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആസ് സേ L and B. ആ L and B എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. കാരണം നമ്മൾ ഈ L and B എന്ന് പറയുന്ന 2 വേരിയബിൾ മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ, ഫ്ലോ ചാർട്ടിൽ കൊടുക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് സിമ്പിൾ, അവിടെ ഒന്നും നമുക്ക് കൺഫ്യൂഷനല്ല. അത് കഴിഞ്ഞിട്ട് ഫ്ലോ ലൈനാണ്, അത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട്
റീഡ് എൽ കോമ ബി അതാണ് നാം പറഞ്ഞത്. എൽ കോമ ബി മാത്രമേ വരുന്നുള്ളൂ. കാരണം എൻ എന്താണെന്നോ ബി എന്താണെന്നോ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. രണ്ട് വേരിയബിളിനെ നമ്മളവിടെ റീഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ക്രോസ് ബി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താണ്, പെരിമീറ്റർ. ഇവിടെ നമ്മൾ രണ്ട് പ്രോസസ്സിങ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിൽ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടും രണ്ടായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താണ്, രണ്ടിനെയും ഏരിയയിനും പെരിമീറ്ററിനെയും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആസ് യു നോ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.